വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബ്ലഡ് പ്രഷറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാനായി ഇന്ന് നമുക്കൊപ്പം ഉള്ളത് നവജീവൻ ഹോസ്പിറ്റലിലെ ന്യൂറോപ്പതി വിദഗ്ധൻ ഡോക്ടർ നിസാമുദ്ദീനാണ്. വെൽക്കം ഡോക്ടർ. ഈ ഹൈ ബ്ലഡ് പ്രഷർ പണ്ടൊക്കെ മുതിർന്നവരിലും പിന്നെ പ്രായമായവരിലൊക്കെയാണ് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഏജ് 25 ഒക്കെ കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഈ ഹൈ ബ്ലഡ് പ്രഷർ പിടികൂടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഒരു 3-4 കാരണങ്ങൾ നമുക്കതിനെ ശരിക്കും പറയാൻ കഴിയും. ഒന്ന് എന്ന് പറയുന്നത് അമിത ടെൻഷൻ തന്നെയാണ് ബി പിക്ക് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. തിരക്ക് പിടിച്ച ഒരു ജീവിതം എന്ന് പറയുന്നത് ഇന്ന് എല്ലാവർക്കും ഒരു പ്രധാന ഒരു വ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാത്രിയിൽ മെയിനായിട്ട് ഉറങ്ങുക എന്നതാണ് മനുഷ്യ ശരീരം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഉറക്കം നഷ്ടപ്പെട്ടു, അതായത് ടി വി വന്നപ്പോൾ തന്നെ നമുക്ക് പകുതി ഉറക്കം നഷ്ടപ്പെട്ടു, മൊബൈൽ വന്ന് പൂർണ്ണമായി. അപ്പോൾ ഇത് ബി പിക്ക് ഒരു പ്രധാന കാരണമാണ്. നിങ്ങൾക്കറിയാം, ബി പി കൂടുതലായി ഉണ്ടാകുന്ന ആളുകൾ ഡ്രൈവർമാർ, രാത്രിയിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ബി പി കൂടുതലായിട്ട് കാണും. രണ്ടാമതെന്ന് പറയുന്നത് ജേർണലിസ്റ്റുകൾക്ക്, പ്രത്യേകിച്ച് രാത്രിയിൽ പണിയെടുക്കുന്ന ജേർണലിസ്റ്റ് പത്രപ്രവർത്തകർക്ക് ബി പി കൂടുതലായിട്ട് കാണും. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മ ബി പിക്ക് ഒരു പ്രധാന കാരണമാണ്. പിന്നെ ടെൻഷനും ഒരു പ്രധാന കാരണമാണ്. ഇതാണ് ചെറുപ്പക്കാരിലെ സ്വാഭാവികമായിട്ടും ബി പി ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്. ഈ നോർമൽ ബി പി എന്ന് പറയുന്നത് 120/80 ഒരു കട്ട് ഓഫ് സ്റ്റാൻഡേർഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 140/90 ആണ്. അപ്പം ഇത് ഏത് ലെവലിലായിരിക്കും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ട്രീറ്റ്മെൻറ്റിന് ആവശ്യം വരുന്നത്? അതായത് 120/80 എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് മിക്കവാറും ആളുകളിൽ കണ്ടുവരുന്ന ഒരു നോർമൽ റേഞ്ചാണ്. ഇതൊരു 140-90 വരെ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 140-90 മുകളിൽ ബി പി ഉണ്ടാകുന്നെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സമയമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാലും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം 140-90 എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്നുകൂടി മനസ്സിലാക്കണം. അത് വയസ്സായ ആളുകളിൽ, സ്വാഭാവികമായിട്ട് 45 വയസ്സ് കഴിയുന്ന ആളുകളിൽ അത് വലിയൊരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കാം. 140-90 മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റിന് വിധേയമാകേണ്ടതുണ്ട്. ഈ അമിതമായ ഉപ്പിൻ്റെ ഉപയോഗവും ടെൻഷനും ഒക്കെ ഈ ഒരു ഇത് നമ്മുടെ ഈ ബി പി കൂടാൻ കാരണമാണ്? തീർച്ചയായിട്ടും. അതായത് അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കമില്ലായ്മ, പിന്നെ അമിതമായ ടെൻഷൻ, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ ടെൻഷൻ ഒക്കെ ബി പിക്ക് ഒരു പ്രധാന കാരണമാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ലിവറിനും കിഡ്നിക്കും അതോടൊപ്പം തന്നെ കുടൽ സംബന്ധമായ പ്രശ്നമുള്ള, ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ബി പി കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ബി പി 2 തരത്തിലുണ്ട്. ഹൈ ബി പി ഉണ്ട്, ലോ ബി പി ഉണ്ട്. ഈ ഹൈ ബി പി ഉണ്ടാകുന്നത് കൊളസ്ട്രോൾ കൂടുന്നത് കൊണ്ടിട്ടാണോ? അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഹൈ ബി പി ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലുകളിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ബി പി ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിതശൈലിയും തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപൂർവം ആളുകളിൽ കൊളസ്ട്രോൾ കൂടുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ബി പിയുടെ വേരിയേഷൻ ഉണ്ടാകാറുണ്ട്. ഈ ഹൈ ബി പിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൈ ബി പിയുടെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഒന്ന് തലവേദന ഉണ്ടാകുക, പെട്ടെന്ന് ഇരുന്നിട്ട് വിയർപ്പ് അനുഭവപ്പെടുക, പിന്നെ ഇത് കൂടാതെ തന്നെ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക, തലകറക്കം അനുഭവപ്പെടുക, പിന്നെ തലവേദന, അസഹ്യമായ തലവേദന അനുഭവപ്പെടുക. ഇതൊക്കെ പിന്നെ ടെൻഷൻ, ആവശ്യമുള്ള ഒരു വിഷയം ഇല്ലെങ്കിലും ടെൻഷൻ ഉണ്ടാകുക. ഇതൊക്കെ ബി പിയുടെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഡോക്ടർ, എന്താണ് ഈ റീനൽ പ്രഷർ എന്ന് പറയുന്നത്? കിഡ്നിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ബി പി സ്വാഭാവികമായിട്ടും ഒരല്പം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ചില ആളുകളിൽ 120-180 എന്നുള്ള റേഞ്ചിൽ, ചിലപ്പോൾ 200-210 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇത്തരം ആളുകളെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ശരിക്ക് കിഡ്നി റീനൽ പ്രശ്നം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും പറഞ്ഞൊക്കെ സ്വാഭാവികമായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ ഈ കാർഡിയാക് പ്രഷർ എന്ന് പറയുന്നത് എന്തുവാണ്? ഹാർട്ട് സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ബി പി കൂടുതലായി ഉണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷേ ചില ആളുകളിൽ കാർഡിയാക് പ്രശ്നമുള്ള ആളുകളിൽ ബി പി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, എന്താണ് ഈ ബ്ലഡ് ആസിഡിറ്റി എന്ന് പറയുന്നത്? അതായത് ബ്ലഡിന് ഒരു ആൽക്കലൈൻ കണ്ടന്റ് ഉണ്ട്. അത് 7 ആണ് അതിൻ്റെ ആൽക്കലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽക്കലൈൻ്റെ അളവിൽ വ്യത്യാസം സ്വാഭാവികമായിട്ട് വരാറുണ്ട്. ഇത് ബ്ലഡിൻ്റെ ആൽക്കലൈന് വ്യത്യാസം വരുന്നത് ശരിക്ക് അസിഡിറ്റിക്ക് കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഈ 7 എന്ന് പറയുന്നത് അല്പം കൂടിയാലും അതോടൊപ്പം തന്നെ കുറഞ്ഞാലും
ബോഡിക്ക് അത് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അത് അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഒരേ മെത്തേഡ് ആയിരിക്കുമോ? കാരണം ഈ റീനലിൻ്റെതും ഈ നമ്മുടെ ഹൈ പ്രഷറും എല്ലാം ഒരേ ഇതിന് മെത്തേഡ് ആയിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു ടെൻഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടെൻഷൻ പരിഹരിച്ചാൽ മാത്രമേ അയാളുടെ BP കുറയുള്ളൂ. അതിന് നമ്മൾ മരുന്ന് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തതുകൊണ്ടോ അയാൾക്ക് മാറില്ല. കുടുംബ പ്രശ്നമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുടുംബ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒരു ലവ് അഫെയർ, അത് സ്വാഭാവികമായിട്ട് BPക്ക്, അത് ആണിനും പെണ്ണിനും ഒക്കെ BPക്ക് കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ, അവരുടെ BP പരിഹരിക്കാൻ പറ്റുള്ളൂ. അതിന് പകരം നമ്മൾ മരുന്നെടുത്ത് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെയും അവർ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഈ ടെൻഷനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടെൻഷൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയും പരമാവധി അയാളെ പരിഹരിക്കുകയും ചെയ്യുക, ആ വിഷയങ്ങൾ പരിഹരിക്കുക. അല്ലെങ്കിൽ അതിനാണ് ദൈവവിശ്വാസം പോലെയുള്ള പരിഹരിക്കാൻ പറ്റാത്ത സംഗതികളിൽ നമുക്ക് ദൈവവിശ്വാസത്തിൽ കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ദൈവത്തിന് തലയിൽ വെച്ച് കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഈ പ്രകൃതിദത്തമായ ചികിത്സ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ചികിത്സയിൽ ബ്ലഡ് പ്രഷർ ഇല്ല, ഇല്ല. പകരം ഫുഡ് പ്രഷറാണ്. അതായത് ഫുഡ് കഴിച്ചിട്ടാണ് അവർക്ക് BP ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ അവിടെ വരുന്ന 90% ആളുകളിൽ ഫുഡ് പ്രഷറാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നിരുന്നു. അയാൾക്ക് BP 180, 100 ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 4-5 ദിവസം അയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എനിക്ക് BP കുറഞ്ഞിട്ടില്ല, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, രാവിലെയും വൈകിട്ടും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ഒരു 4ാമത്തെ ദിവസമായപ്പോൾ അത് 140-90ലേക്കും പിന്നെ പോകുന്ന സമയത്ത് 120-80ലേക്കാണ് പോകുന്നത്. അപ്പോൾ ശരിക്ക് അത് ഫുഡ് പ്രഷറായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഫുഡ് പ്രഷറാണ് നാച്ചുറോപ്പതിയെ സംബന്ധിച്ചിടത്തോളം, പ്രകൃതി ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഫുഡ് പ്രഷറാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഫുഡ് കൺട്രോൾ ചെയ്യുകയും ഡയറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന 90% BP നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഫുഡിലൂടെയാണ് തീർച്ചയായിട്ടും നാച്ചുറോപ്പതിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ചികിത്സയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന്, വറവ് പെട്ട സാധനങ്ങൾ, പ്രത്യേകിച്ച് കരിച്ചതും പൊരിച്ചതും എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ BP ഉണ്ടാക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടതുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വൈകിട്ട് ആവണമെങ്കിൽ ഒരു കടിയും ചായയും നിർബന്ധമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് കടിയും ചായയും കുടിക്കുന്നത് ഇന്നൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അത് BPക്ക് ഒരു പ്രധാന കാരണമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും മസാലക്കൂട്ടുകൾ ചേർന്ന സാധനങ്ങളും പാം ഓയിലിൻ്റെ അമിതമായ ഉപയോഗവും പഞ്ചസാരയുടെ അമിതമായ ഉപയോഗമൊക്കെ ശരിക്കും BPക്ക് പ്രധാന കാരണമാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറ്റാതെ ഒരു കാരണവശാലും BP നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ പ്രകൃതി ചികിത്സയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ടും മറ്റ് ചില ട്രീറ്റ്മെൻറ്റുകൾ, ടെക്നിക്കലുകൾ ഉണ്ട്, ട്രീറ്റ്മെൻറ്റുകളുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടാണ് ശരിക്കും നമുക്ക് BP കൺട്രോൾ ആക്കാൻ സാധിക്കുന്നത്. ഈ നമ്മുടെ ഈ നാച്ചുറോപ്പതി വഴി BP നിയന്ത്രിക്കാനായിട്ടുള്ള എന്തൊക്കെ ഫുഡാണ് പറയുന്നത്? കഴിക്കാനായിട്ടും കഴിക്കാൻ പാടില്ലാത്തതുമായിട്ട്, കഴിക്കാൻ പാടില്ലാത്തത് പറഞ്ഞു, എന്തൊക്കെ ഫുഡാണ് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഫൈബർ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക എന്നുള്ളതാണ്. അതായത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നിങ്ങളെ BP കുറയണമെങ്കിൽ ശരിക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം ഫ്രൂട്ട്സ് കഴിച്ചാൽ തന്നെ നിങ്ങളുടെ BP കുറയും. രാത്രിത്തെ ഭക്ഷണം നിർബന്ധമായിട്ട് ഒഴിവാക്കുകയും ഒരു 6-7 മണിക്കകത്ത് വയറ് നിറച്ച് ഫ്രൂട്ട്സും കഴിക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും വിശപ്പോ മറ്റു ദാഹമോ ഒക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഫ്രൂട്ട്സ് കഴിക്കാം, ജ്യൂസ് കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ കഴിക്കാം. പക്ഷേ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങളൊരു 2 ആഴ്ച പോയാൽ തന്നെ നിങ്ങളുടെ BPയുടെ മരുന്ന് നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒന്ന്, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ഒക്കെ ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പയറുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചിട്ട് വേണം കറി വെച്ചിട്ട് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ BP കൺട്രോളിലേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും. ഈ പൊട്ടാസ്യം കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും 2-3 പറയാമോ? പൊട്ടാസ്യം കൂടുതലുള്ള മിക്കവാറുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും പൊട്ടാസ്യം കൂടുതലാണ്. അതിൽ ഒന്ന്, വാഴപ്പഴത്തിൽ പൊട്ടാസ്യം കൂടുതലാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഓറഞ്ച്, മുസംബി പോലെയുള്ള ഭക്ഷണ സാധനങ്ങളിൽ പൊട്ടാസ്യം കൂടുതലാണ്. പക്ഷേ ഇതൊന്നും കിഡ്നി പ്രശ്നമുള്ള ആളുകൾക്ക് പ്രശ്നമുള്ളൂ എന്നുള്ളത്. ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്ക് ഇത്തരം സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ പറ്റും. ഈ ഹൈ പ്രഷർ ഉള്ളവർ പിന്തുടരേണ്ട ഈ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്? ഹൈ പ്രഷർ ഉള്ള ആളുകൾ പിന്തുടരേണ്ട ഭക്ഷണം എന്ന് പറയുന്നത്, ഒന്ന്, ഉപ്പ് കലർന്ന ഭക്ഷണ സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക.
അപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ദോശ, ഇഡ്ഡലി പോലെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് മാവിലുണ്ടാക്കുന്ന പുട്ട്, ചപ്പാത്തി, ഇടിയപ്പം പോലുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. അതിൽ ശരിക്ക് സലാഡ് 3 നേരത്തെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് സലാഡ് ഉൾപ്പെടുത്തണം. കഴിയുമെങ്കിൽ രാവിലത്തെ ഭക്ഷണത്തിൽ പച്ചക്കറി സലാഡും ഇലക്കറികളും കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം കറികൾ കഴിക്കാൻ. പിന്നെ അതോടൊപ്പം തന്നെ ഇറച്ചി, മീൻ പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ രാവിലെ രാത്രിയിലും കഴിക്കാൻ പാടില്ല. പഴങ്ങളും പച്ചക്കറികളുമാണ് കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഉച്ച ഭക്ഷണത്തിൽ തവിടുള്ള ധാന്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ബ്രൗൺ റൈസ്, പച്ചരി പോലെയുള്ള ഭക്ഷണ സാധനങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത്. അതിലും സലാഡും ഇലക്കറികളും നിർബന്ധമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പരമാവധി രാത്രിയിൽ ഫ്രൂട്ട്സ് ആക്കണം. അത് തന്നെ 6-7 മണിക്കകത്ത് രാത്രിയുടെ ഭക്ഷണം കഴിക്കുകയും വേണം. നമ്മൾ ഈ സലാഡ് എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഈ സലാഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഏത് വെജിറ്റബിളാണ്? ശരിക്ക് കുക്കുംബറാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. എല്ലാത്തരം പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇളം പടവലം, സലാഡ് വെള്ളരി, തക്കാളി, കോവയ്ക്ക, പിന്നെ ക്യാരറ്റ് പോലെയുള്ള, ക്യാബേജ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടും. പടവലം പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇളം പടവലം കഴിക്കാൻ പറ്റും. ഇളം പടവലം കഴിക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ പച്ച വെള്ളരി പിഞ്ച് കഴിക്കുക, അത് കഴിക്കാം, കുഴപ്പമില്ല. സലാഡ് വെള്ളരിയിൽ പിഞ്ച് സലാഡ് വെള്ളരി കിട്ടുമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇളം പടവലം അല്ലേ, കഴിക്കാവുന്നൊരു സാധനം. ഇളം മുറ്റിയതല്ല, ഇളം പടവലം. അത് മാത്രമല്ല, അതിനകത്ത് ആൽക്കലൈൻ കണ്ടന്റ് കൂടുതലാണ്. കുമ്പളങ്ങ ശരിക്കും നാച്ചുറോപ്പതിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കുമ്പളങ്ങ എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് ആൽക്കലൈൻ കണ്ടന്റ് കൂടുതലാണ്. മൾട്ടി വൈറ്റമിനാണ് ശരിക്കും കുമ്പളങ്ങ എന്ന് പറയുന്നത്. അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇളം പടവലവും അതോടൊപ്പം തന്നെ ചുരക്ക എന്ന് പറയുന്ന സാധനം. ഈ ഇപ്പം ഈ നമ്മൾ ഹൈപ്പർ ടെൻഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഈ BP എന്തുകൊണ്ടാണ് കുറയുന്നത്? അത് കുറയാനുള്ള കാരണം എന്താ? അത് അപൂർവം ചില ആളുകളിലാണ് കുറവ് കണ്ടിട്ടുള്ളത്. അത് ജനിതക തകരാറുകളാണ് മിക്കവാറും കാരണം എന്ന് പറയുന്നത്. പിന്നെ ഹാർട്ടിൻ്റെ പവർ കുറയുന്ന ആളുകളിലും സ്വാഭാവികമായിട്ട് BP കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 3-4 ദിവസം അടുപ്പിച്ച് വേവിച്ച ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ ലക്ഷണം എന്താണ്? പെട്ടെന്ന് BP കുറയുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന BP കൂടുന്നതിൻ്റെയും BP കുറയുന്നതിൻ്റെയും ലക്ഷണം ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. BP കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിയർപ്പ് അനുഭവപ്പെടുക, ക്ഷീണം അനുഭവപ്പെടുക, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വണ്ണം ക്ഷീണം അനുഭവപ്പെടുക, ഹാർട്ട് ബീറ്റ് കൂടുക പോലെയുള്ള പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് BP കുറയണം. അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് ഉപ്പിട്ട് ശരിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരല്പം ഉപ്പ് വായിലെടുത്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക, ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കുക, ഉപ്പിട്ട് സോഡ നാരങ്ങ വെള്ളം കുടിക്കുക. ഇതൊക്കെ BP കറക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. BP കൂടിയാൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളത്തിലുണ്ടല്ലോ, ഒരു ബക്കറ്റിൽ പച്ചവെള്ളത്തിൽ കാലിറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ BP കുറയുന്ന. ഇല്ലല്ല, പച്ചവെള്ളത്തിൽ പെട്ടെന്ന് ഓഫീസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമുക്ക് BP കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കാലിറക്കി മുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ചിലർ പറയാറുണ്ട്, എൻ്റെ ഈ തലയുടെ ഭാഗത്ത് ഇവിടെ തരിപ്പ് വരുന്നു, അല്ലെങ്കിൽ ഇവിടെ തരിക്കുന്നു, BP കൂടിയതാണോ അല്ലെങ്കിൽ കുറഞ്ഞതാണോ, ചിലപ്പോൾ അങ്ങനെ ആവാം, എന്നാലും ഹോസ്പിറ്റലിൽ പോവില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത് ആക്ച്വലി അത് BP ആണോ? BP ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കും പച്ചവെള്ളത്തിൽ കാലിറക്കി വെച്ചാൽ മതി. BP കുറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചൂടുവെള്ളത്തിൽ കാലിറക്കി വെച്ചാൽ മതി. ഇത് രണ്ടും പരിഹരിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് കറുവപ്പട്ട ഉണ്ടല്ലോ, സിലോൺ കറുവപ്പട്ട ഒരല്പം തേനി ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ BP കുറഞ്ഞാലും അത് കൺട്രോളിലേക്ക് വരും, BP കൂടിയാലും കൺട്രോളിലേക്ക് വരും. ഇപ്പൊ കറുവപ്പട്ട നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 2 ഐറ്റം കറുവപ്പട്ട വരുന്നുണ്ട്. ഒന്ന് മറ്റേ പോലെ ഇരിക്കുന്ന സാധനം വരുന്നുണ്ട്, പിന്നെ ഈ ചുറ്റു പോലെ ചുറ്റുള്ളതും ബ്രൗൺ കളറിലുള്ളതാണ് നമ്മൾ കഴിക്കേണ്ടത്, സിലോൺ കറുവപ്പട്ട എന്ന് പറയുന്നത്. നമുക്ക് ഈ BP കുറയുമ്പോൾ കഴിക്കാനുള്ള ഒരു ഡയറ്റ്? BP കുറയുമ്പോൾ കഴിക്കാവുന്ന ഡയറ്റ് എന്ന് പറയുന്നത് അത്തരം ആളുകൾ ശരിക്കും ഉപ്പ് ഭക്ഷണത്തിൽ ഒരല്പം കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. അത് തന്നെ കല്ലുപ്പ് കഴിക്കുന്നതാണ് നല്ലത്, പൊടിയുപ്പല്ല. അയഡിൻ ചേർക്കാത്ത കല്ലുപ്പ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കുക. അത്തരം ആളുകൾ 2 നേരത്തെ ഭക്ഷണം പഴങ്ങളും പച്ചക്കറികളും ആക്കുക, 1 നേരം മാത്രം വേവിച്ചത് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ 2-3 ആഴ്ച കഴിയുമ്പോൾ നോർമൽ BPയിലേക്ക് വരികയും പിന്നീട് നമുക്ക് സാധാരണ ഭക്ഷണത്തിലേക്ക് പോവുകയും ചെയ്യാം. നമ്മൾ ഈ BP എത്ര നാൾ കൂടുമ്പോഴാണ് ആക്ച്വലി ചെക്ക് ചെയ്യാനുള്ളത്? അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ BP സ്ഥിരം ചെക്ക് ചെയ്യുന്നതും തെറ്റാണ്.
അതോടൊപ്പം തന്നെ ബി പി ഉള്ള ആളുകൾ ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ബി പി കുറഞ്ഞാലും കൂടിയാലും നമ്മുടെ ബോഡി നമ്മളോട് പറയും എനിക്ക് ബി പി കൂടിയിട്ടുണ്ടെന്നും കുറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ പറയും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്. ബി പി അപ്പാരിറ്റസ് നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിജിറ്റൽ ബി പി അപ്പാരിറ്റസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം, ഇതൊരു അഡീഷനായിട്ട് മാറും. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ നോക്കുന്ന പല ആളുകളുടെ വീട്ടിൽ ഈ ഒരു പ്രശ്നമുണ്ട്. ഈ സാധനം ഉള്ളത് കൊണ്ട് രാവിലെ ഉച്ചയ്ക്കൊക്കെ നോക്കിയതിന് ശേഷം ഒരു അല്പം വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ അപ്പാരിറ്റസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വേരിയേഷൻ സ്വാഭാവികമായിട്ട് കാണിക്കും. ഇതൊക്കെ ഇവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇവർക്ക് മാനസിക സമ്മർദ്ദം കൂടുകയും ബി പി കൂടാനും അതോടൊപ്പം തന്നെ ബി പി കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ചെക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബി പി ഉള്ള ആളുകൾ 2 ആഴ്ചയിലൊരിക്കൽ ചെക്ക് ചെയ്ത് അത് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഈ നാച്ചുറോപ്പതിയിൽ മെഡിസിൻസ് ഇല്ലാണ്ടാണ് നമ്മുടെ നാച്ചുറോപ്പതി എന്ന് പറയുന്നത് യാതൊരു മെഡിസിനും ഇല്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. അത് ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടും എക്സസൈസ് ചെയ്തുകൊണ്ടും യോഗ ചെയ്തുകൊണ്ടൊക്കെയാണ് അത് കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ നാച്ചുറോപ്പതി എന്ന് കേൾക്കുമ്പോൾ ഇറച്ചി മീനും കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇറച്ചി മീനും ഒക്കെ കഴിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. പക്ഷേ മര്യാദപൂർവ്വം അത് കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതിന് എക്സസൈസ് ഉണ്ടോ? ഈ ബി പിക്ക് വിവിധതരം എക്സസൈസുകളുണ്ട്, പ്രാണായാമങ്ങളുണ്ട്, മുദ്രാസുകളുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. പ്രാണായാമം ചെയ്താൽ ഒരു പരിധിവരെ ബി പി കുറയും. മുദ്രാസുകളും ചെയ്യാൻ പറ്റും. പ്രാണായാമം കേട്ടിട്ടുണ്ട്, കാരണം കുറച്ച് സമയം ഇരുന്ന് ചെയ്താൽ ഒന്ന് റിലാക്സ് ആവും എന്ന് കേട്ടിട്ടുണ്ട്. ഈ യോഗയിലുള്ള പ്രാണായാമം പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു സാധനമാണ് മുദ്രാസുകൾ എന്ന് പറയുന്നത്. പക്ഷെ ആളുകൾ ഇപ്പോൾ മുദ്ര അവോയ്ഡ് ചെയ്യുകയും പ്രാണായാമം കൂടുതൽ ആയിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മുദ്രാസനം കേട്ടിട്ടില്ല, അതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് നമ്മുടെ കൈ കൊണ്ടുള്ള ചിന്മുദ്ര പോലെയുള്ള വിവിധതരം മുദ്രാസുകളുണ്ട്. 99ഓളം മുദ്രാസുകളുണ്ട്. അത് 99 ചെയ്യണമെന്നല്ല, ഓരോ രോഗത്തിനനുസരിച്ചുള്ള മുദ്രാസുകളുണ്ട്. അത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ബസ്സിൽ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് ചെയ്യാം, വെറുതെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പ്രാണായാമം പോലെ തന്നെ യോഗ പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു സാധനമാണ് മുദ്രാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ച്വലി എത്ര ടൈം വേണ്ടി ഒരു ഹൈ ബി പി ഒന്ന് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട്? നമുക്ക് നാച്ചുറോപ്പതിയിൽ ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. 3 ദിവസം കൊണ്ട് അത് കൺട്രോളിലേക്ക് വരുത്താൻ പറ്റും. 6 മാസം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ബോഡിയിൽ അത് അങ്ങനെ തന്നെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഈ ബി പി ഒന്നും ചെക്ക് ചെയ്യാണ്ട് നടക്കുന്ന ആൾക്കാരോടും ഇത് ഫുഡൊന്നും കൺട്രോൾ ചെയ്ത് നടക്കുന്ന ആൾക്കാരോടും ഡോക്ടർ എന്താണ് പറയാനുള്ളത്? ബി പി ചെക്ക് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. കാരണം നമ്മുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. പക്ഷേ ഫുഡ് കൺട്രോൾ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സ്ട്രോക്കിലേക്ക് മുന്നോട്ട് പോവുകയും, പ്രത്യേകിച്ച് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂടെ പഠിച്ചൊരു പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അലോപ്പതി മരുന്ന് കഴിക്കാറില്ല. അതിനെന്തോ ഒരു വലിയൊരു സംഭവമാണെന്ന് കണ്ടിട്ട് അത് കഴിക്കാറില്ല. പിന്നെ മറ്റ് ബദൽ ചികിത്സാ മാർഗ്ഗങ്ങളൊന്നും സ്വീകരിച്ചില്ല. ഒരു ദിവസം രാത്രിയിൽ പെട്ടെന്ന് ബി പി കൂടുകയും അയാൾ ബോധരഹിതനാവുകയും വീട്ടിൽ വൈഫൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അലോപ്പതിയോട് ഒരു വിരസതയൊന്നും വേണ്ട. അത്യാവശ്യം നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നാച്ചുറോപ്പതി ആയിരുന്നാലും ആയുർവേദത്തിലായിരുന്നാലും ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അത് സ്വീകരിക്കുക. ഇതൊന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നത് നമുക്ക് ജീവൻ നഷ്ടപ്പെടുക ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഭയങ്കര സീരിയസ് ആയ ഒരു സാധനമാണ്. നമ്മൾ അശ്രദ്ധയാണ്. അതായത് മരുന്ന് കഴിച്ച് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ അറിയാം. മരുന്ന് കഴിച്ച് അയാൾ എന്ത് ചെയ്ത് മരുന്നിനോട് വിരക്തി തോന്നിയിട്ട് 2 ദിവസം മരുന്ന് കഴിച്ചില്ല. അയാൾ പിന്നീട് കൊണ്ടുവന്ന് എത്തിച്ചത് സ്ട്രോക്കിലേക്കാണ്. ഇന്നും സംസാര ശേഷി ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. മരുന്ന് കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല അല്ലേ? അല്ലെങ്കിൽ അത് ബദൽ ചികിത്സാ മാർഗങ്ങളിലൂടെ പോകുക. ഇപ്പം ആയുർവേദത്തിലായിരുന്നാലും പ്രകൃതി ചികിത്സയിലായിരുന്നാലും യുനാനി ചികിത്സയിലായിരുന്നാലും ഒക്കെ മാർഗങ്ങളുണ്ട്. അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒന്നും ചെയ്യാതെ നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് വീട്ടുകാർക്ക് വീണ്ടും ഭാരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലോപ്പതിയിലെ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരും. തീർച്ചയായിട്ടും കഴിക്കണം. അത് കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇതേപോലെ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അലോപ്പതി സ്ഥിരമായി കഴിക്കുന്ന ആളുകൾ ഈ കഴിക്കുന്ന മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്.
അത് അവരുടെ BP-യുടെ മരുന്നുകൾ ഒന്നാമതായി പറയുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് സ്ട്രോക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ട്രോക്ക് ഉണ്ടാകുന്നത് വിധി മാത്രമല്ല, ഇത്തരം മരുന്നുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ട് സ്ട്രോക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബദൽ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ അതാവുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അത് സ്വീകരിക്കുമ്പോൾ അതായിട്ട് തന്നെ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് യാതൊരു മരുന്നുമില്ലാതെ രോഗം സുഖപ്പെടുത്തുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BP പോലെയുള്ള മാരകമായ രോഗങ്ങളെ നമുക്ക് പ്രകൃതി ചികിത്സയിലൂടെ പൂർണ്ണമായും നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കും. യാതൊരു മരുന്നിൻ്റെയും സഹായമില്ലാതെ തന്നെ പ്രകൃതി ചികിത്സയിലൂടെ പൂർണ്ണമായും അത് നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സ്ട്രോക്ക് വന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിതശൈലിയും കാരണം സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ചികിത്സയിലൂടെ അത് പൂർണ്ണമായി ചികിത്സിച്ച് നമുക്ക് സുഖപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ചികിത്സയാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ആളുകൾ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. BP എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല എന്നുള്ളതാണ് നമ്മുടെ ഡോക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഡോക്ടർ.